Good morning, all of you. Welcome to SAS Academy. ഇന്ന് നമ്മൾ CBSEയുടെ 8th സെക്കൻഡ് ഹിന്ദി ചാപ്റ്ററിലേക്കാണ് കിടക്കുന്നത്. ചാപ്റ്റർ നെയിം ലാക്കി ചൂടിയാം. ലാക്കി ചൂടിയാമാണ് നിങ്ങളുടെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലാഖ് എന്ന് പറയുന്നത് ഒരു പദാർത്ഥമാണ്. അതിനെ ഉരുക്കിയാണ് ലാക്കി ചൂടിയാം ഉണ്ടാക്കുന്നത്. ലാഖ് എന്നാൽ മോം ജൈസ ലാൽ പദാർത്ഥം, അതായത് മെഴുക് പോലുള്ള ചുവന്ന ഒരു പദാർത്ഥമാണ് ഈ ലാഖ് എന്ന് പറയുന്നത്. ആ ലാഖ് കൊണ്ട് ഉണ്ടാക്കുന്ന വളകളെ ആണ് ലാക്കി ചൂടിയാം എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്റർ. ഈ തരത്തിൽ നമ്മൾ ഈ ഒരു വളകളെ നമ്മൾ പലയിടത്തും കാണാറുണ്ട്. ഈ രാജസ്ഥാനികളൊക്കെ കൊണ്ടുവച്ച് നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് പലയിടത്തും ഈ രാജസ്ഥാനികളൊക്കെ കൊണ്ടുവച്ച് വഴിയോരത്ത് വിൽക്കുന്നത് കാണാൻ കുറച്ചു കാലം മുന്നേ വരെയൊക്കെ സാധിക്കുന്നുണ്ട്. ഇപ്പോഴൊക്കെ നമുക്ക് ഏത് ഷോപ്പുകളിൽ ഫാൻസിയിൽ പോയാലും നമുക്ക് ഇങ്ങനെയുള്ള ലാക്കി ചൂടിയം കിട്ടും. അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കിനി ചാപ്റ്ററിലേക്ക് കിടക്കാം. सारे गांव में बदलू मुझे सबसे अच्छा आदमी लगता था क्योंकि वह मुझे सुंदर सुंदर लाख की गोलियां बनाकर देता था. सारे गांव में മൊത്തം ആ ഒരു ഗ്രാമത്തിൽ മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ ബദ്ലു മുझे सबसे अच्छा आदमी लगता था. ബദ്ലു എന്ന വ്യക്തിയാണ് എനിക്ക് ഏറ്റവും നല്ല മനുഷ്യനായി തോന്നിയിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി എന്ന് പറയുന്നത് ആ ഗ്രാമത്തിൽ ബദ്ലു എന്ന് പറയുന്ന വ്യക്തിയാണ്. ക്യോങ്കി എന്തെന്നാൽ വഹ മുझे സുന്ദർ സുന്ദർ ലാക്കി ഗോലിയാ ബനാക്കർ ദേത്താ था. എന്തെന്നാൽ അയാൾ എനിക്ക് ഗോലിയാം ഉണ്ടാക്കി തരും. നമ്മുടെ ഗോലികളില്ലേ, ഗോലികൾ ഉണ്ടാക്കി തരും. എങ്ങനെയുള്ള ഗോലികളാണ്? ലാക്കി ഗോലിയാം. ഈ ലാക്ക് എന്ന പദാർത്ഥം കൊണ്ട് ഉണ്ടാക്കുന്ന ഗോലി, ഈ ഗോലികൾ കളിക്കുന്ന ഗോലികൾ എനിക്ക് ഒരുപാട് ഉണ്ടാക്കി തരുമായിരുന്നു. അതും സുന്ദരമായിട്ടുള്ള ഗോലികൾ ഉണ്ടാക്കി തരുമായിരുന്നു. മുझे अपने मामा के गांव जाने का सबसे बड़ा चाव, चाव എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തിനെയാണ് നമ്മൾ चाव എന്ന് പറയുന്നത് കേട്ടോ. चाव यही था कि जब मैं वहां से लौटता था तो मेरे पास ढेर सारी गोलियां होती, रंग बिरंगी गोलियां जो किसी भी बच्चे का मन मोह होता है. मुझे अपने मामा के गांव जाने का सबसे बड़ा चाव यही था. എന്റെ മാമന്റെ അതായത് അമ്മാവന്റെ വീട്ടിലേക്ക്, ഗ്രാമത്തിലേക്ക് പോകുന്നതിനോടുള്ള ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്തായിരുന്നു എന്നാൽ ആഗ്രഹം ഇത് തന്നെയാണെന്ന് പറയാം. എന്തെന്നാൽ ജബ് മേ വഹാസെ ലൗട്ടാ ഥാ, ഞാൻ എപ്പോഴാണ് ആ ഗ്രാമത്തിൽ പോയിട്ട് അവിടെ നിന്ന് ലൗട്ട്ന തിരികെ വരുന്നത്, തോ മേരെ പാസ് ഢേർ സാരി ഗോലിയാ ഹോത്തി ഥി, എന്റെ കയ്യിൽ ഢേർ സാരി ഒരുപാട് ഗോലികൾ ഉണ്ടാവുമായിരുന്നു. രംഗ് ബിരങ്കി ഗോലിയ, പല പല കളറുകളിൽ, രംഗ് കളർ, ബിരങ്കി രംഗ്, പല പല കളറിലുള്ള ഗോലികൾ ഉണ്ടായിരുന്നു. ജോ കിസി ഭി ബച്ചേക്കെ മൻ മോഹക് ഹെ, എന്റെ കയ്യിലിരിക്കുന്ന ഈ ഗോലികൾ ഞാൻ ആ അമ്മാവന്റെ ഗ്രാമത്തിൽ പോയിട്ട് വരുമ്പോൾ ബദ്ലു കാക്ക എനിക്ക് ഉണ്ടാക്കി തരുന്ന ഈ പല പല കളറിലുള്ള ഈ ഗോലികൾ, കളിക്കുന്ന ഈ ഗോലികൾ എന്ന് പറയുന്നത് മറ്റു കുട്ടികളെ മോഹിപ്പിക്കുന്ന തരത്തിലുള്ള ഗോലികളായിരുന്നു എന്റെ കയ്യിൽ അവിടെ നിന്ന് തിരികെ വരുമ്പോൾ ഉണ്ടാവാറുള്ളത്. वैसे तो मेरे मामा के गांव का होने के कारण मुझे बदलू को बदलू मामा कहना चाहिए था. वैसे तो മാമാ കെ ഗാവ് കാ ഹോനെ കെ കാരണം, എന്റെ അമ്മാവന്റെ ഗ്രാമത്തിലുള്ള ആള് എന്ന നിലയ്ക്ക് മുझे എനിക്ക് ബദ്ലു കോ ബദ്ലു മാമ കഹനാ ചാഹിയേ था. ഈ ബദ്ലു എന്ന് പറയുന്ന ഈ വ്യക്തി എനിക്ക് ബദ്ലു മാമ എന്നായിരുന്നു വിളിക്കേണ്ടിയിരുന്നത്. പരന്തു പക്ഷേ ചാഹിയേ था, परंतु പക്ഷേ मैं उसे बदलू मामा न कहकर बदलू काका कहा करता था. ഞാൻ അദ്ദേഹത്തെ ബദ്ലു മാമ എന്ന് വിളിക്കാതെ പകരം ബദ്ലു കാക്ക എന്നാണ് വിളിച്ചിരുന്നത്. ജൈസാ കി ഗാവ് കെ സഭി ബच्चे उसे कहा करते थे. എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഞാനും ബദ്ലു കാക്ക എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ആ ഗ്രാമത്തിലെ എല്ലാ കുട്ടികളും അദ്ദേഹത്തെ എന്തെന്നാണ് വിളിച്ചിരുന്നത്? ബദ്ലു കാക്ക എന്നാണ് വിളിച്ചിരുന്നത്. ബദ്ലു കാ മകാൻ കുച്ച് ഊഞ്ചേ പർ ഥാ, അദ്ദേഹത്തിന്റെ ആ ഒരു മകാൻ, ആ ഒരു മക്കാൻ വീട് കുറച്ച് ഉയർന്ന പ്രദേശത്തിലായിരുന്നു. മക്കാൻ കെ സാമനെ ബഡാസ സഹൻ ഥാ. മക്കാൻ, ആ വീടിന് മുന്നിലായിട്ടൊരു ഇതുപോലുള്ള ഒരു ബഡാസ സഹൻ ഥാ. ഇത് ചെയ്യുന്നതിനുള്ള ആ ഒരു എന്താ പറയണേ, ആയുധപുര എന്നല്ല, എന്താ പറയണേ, ജോലി ചെയ്യാനായിട്ടുള്ള ഏരിയ, ആ ഒരു പുരയാണ് എന്തെന്ന് പറയുന്നത്, സഹൻ എന്ന് പറയുന്നത്. ഓക്കെ, ജിസ്മേ പുരാന നീം കാ വൃക്ഷ്, അവിടെ ഒരു പുരാന നീം കാ വൃക്ഷ് കണ്ടോ, ഈ ഒരു പുരാന പഴയ ഒരു നീമിന്റെ വൃക്ഷം ഉണ്ടായിരുന്നു. ഉസിക്കെ നീച്ചെ ബൈഠ്കർ, അതിന്റെ താഴെ ഇരുന്നിട്ടാണ് ബദ്ലു അപ്നാ കാം കിയാ കർത്താ ഥാ, ബദ്ലു തന്റെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത്. ബഗൽ മേ ഫട്ടി ദഹത്തി രഹത്തി ഥി, ബഹൽ മേ ഫട്ടി രഹത്തി, ഭട്ടി മീൻസ് ഈ ചൂളയാണ് നമ്മൾ ഭട്ടി എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത് തന്നെ ഒരു ചൂള ഇങ്ങനെ എരിഞ്ഞുകൊണ്ടേയിരിക്കും. ദഹത്തി എന്ന് പറഞ്ഞാൽ എരിയുക, എരിഞ്ഞുകൊണ്ടേയിരിക്കും. ജിസ്മേ വഹ ലാഖ്
പിക്കലായ करता था. അദ്ദേഹം ആ ഒരു ഭട്ടിയിലാണ് എന്ത് ചെയ്തിരുന്നത്, ഈ ലാക്കിനെ പിക്കലാന എന്ന് പറഞ്ഞാൽ ഉരുക്കുന്നതിനെയാണ് പിക്കലാന എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭട്ടിയിൽ, ഈ ചൂളയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ ലാക്കിനെ ഉരുക്കി എടുത്തുകൊണ്ടിരുന്നത്. സാമനെ ഏക് ലക്കടി കി ചൗക്കട്ട് പടി രഹത്തി थी. സൈഡിലായിട്ട് തന്നെ ഒരു തടി കൊണ്ടുള്ള ഒരു വാതിൽ ഫ്രെയിമും ഉണ്ടായിരുന്നു കേട്ടോ. സൈഡിലായിട്ട് തന്നെ ഒരു തടി കൊണ്ടുള്ള വാതിൽ ഫ്രെയിം ഉണ്ടായിരുന്നു. जिस पर लाख के मुलायम होने पर वह उसे सलाख के समान पतला करके ചൂടി ആകാർ देता था. ജിസ് पर ആ ഒരു എന്താ പറയുക, വാതിലിന്റെ ആ ഒരു ഫ്രെയിമിലാണ് ജിസ് पर ये लाख के मुलायम होते ही, അതായത് ലാഖ് ആ ഒരു ഇത് ഒന്ന് സോഫ്റ്റ് ആയിരുന്നു. മുലായം होना സോഫ്റ്റ് ആയേഗ, ഉരുക്കി സോഫ്റ്റ് ആക്കിയതിന് ശേഷം वो क्या करते थे, उसी सलाख ആ ബാറുകൾ പോലെ, ഉസേ സലാഹ് ജैसे, സലാഖ് എന്ന് പറഞ്ഞാൽ ബാറുകൾ പോലെ എന്നുള്ളതിനെയാണ്. സമാൻ അതുപോലെ ബാറുകൾ പോലെ, പത്ലാക്കർക്ക് അതിനെ പത്ല എന്ന് പറഞ്ഞാൽ ചെറുതാക്കി വളരെ തിന്നാക്കിക്കൊണ്ട് ചൂടിക്ക ആകാർ ദേത്താ, വളകളുടെ ആകൃതി കൊടുക്കുമായിരുന്നു. പാസ് മേ ചാർ ചഹ് വിഭിന്ന ആകാർ കെ ബേലന്നുമാ മുംഗേരിയ രഖി രഹത്തി. അതുപോലെ തന്നെ അതിന്റെ സൈഡിലായിട്ട് പാസ്മേ അടുത്ത് തന്നെ ചാർ ചഹ് 5 or 6 വിഭിന്ന ആകാർക്കി പല രൂപത്തിലുള്ള ബേലന്നുമാ മുംഗേരിയ രഖി രഹത്തി थी. അതായത് വളഞ്ഞ തരത്തിലുള്ള ആകൃതിയിലുള്ള മുംഗേരിയ അതിന്റെ അടുത്തായിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ആകെ സെ കുച്ച് പത്ലി और पीछे से मोटी होती थी. അതെങ്ങനെയായിരുന്നു, ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കുറച്ച് പത്ലിയും എന്നാൽ ബാക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കുറച്ച് മോട്ടിയും, അതായത് വണ്ണമുള്ള ഏരിയ, പിറകു ഭാഗം കുറച്ച് വണ്ണമുള്ള ഏരിയയും അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, കുറച്ച് പത്ലി തിന്നായിട്ടുള്ള ഏരിയ ആയിരുന്നു. അത് ഇതിൽ കാണിക്കുന്നുണ്ട് കണ്ടോ, അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന അതിൽ വെച്ചിട്ടാണ് അദ്ദേഹം ആകൃതി നൽകിക്കൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ. लाख की चूड़ी का आकार देकर वह उन्हें मुंगेरियों पर चढ़ाकर गोल और चिकना बनाता और तब एक एक कर पूरे हाथ की चूड़ियां बना चुकने के पश्चात वह उन पर रंग करता. അദ്ദേഹം എന്താ ചെയ്യുന്നേ, കുച്ച് ലാക്കി ചൂടി ക ആകാർ ദേക്കർ, അതിനൊരു ആകാർ രൂപം കൊടുത്തുകൊണ്ട്, അതിനൊരു ഷേപ്പ് കൊടുത്തുകൊണ്ട്, വഹ ഉന്നെ മുംഗേരിയോം പർ ചടാക്കർ, ആ ഒരു മുംഗേരി, ആ ഒരു തടി കൊണ്ടുള്ള ആ ഒരു ഇതിലേക്ക് വെച്ചുകൊണ്ട്, ആ ഒരു മുംഗേരിയിൽ വെച്ചുകൊണ്ട് ചടാക്കർ അതിലേക്ക് ചുറ്റി, ഗോൾ ഓർ ചിക്കന ബനാത്താ ഥ, അതായത് ഗോൾ റൗണ്ട് ആകൃതിയിലുള്ളതാക്കി മാറ്റുമായിരുന്നു. റൗണ്ട് ആകൃതിയിലുള്ളതും അതുപോലെ തന്നെ ചിക്കന എന്ന് പറഞ്ഞാൽ മിനുസമാർന്നതുമാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മുംഗേരിയിൽ ആ ഒരു ലാക്കിനെ ഉരുക്കി അതിലേക്ക് അതിനൊരു ആകാർ കൊടുത്തുകൊണ്ട് ഈ മുംഗേരിയിലേക്ക് അതിനെ കയറ്റി അതിനെ ഗോൾ ആകൃതിയിലാക്കുകയും അതുപോലെ തന്നെ ചിക്കന അതിനെ മിനുസമേറിയതുമാക്കി മാറ്റുന്നു. തബ് एक एक कर पूरे हाथ की चूड़ियां बना चुकने के पश्चात वह उन पर रंग करता था. ഇതേമാതിരി एक एक करके ഓരോന്നായിട്ട് ഇങ്ങനെ കൈകളിലിടാവുന്ന മുഴുവൻ വളകളും ഉണ്ടാക്കിയതിനു ശേഷം, ബനാ ചുക്നെ കെ പശ്ചാത്ത്, ഇതെല്ലാം ചെയ്തു തീർത്തതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു, അതിലേക്ക് കളർ പകർന്നു കൊടുക്കുമായിരുന്നു. ആ വളകൾക്ക് അനുയോജ്യമായിട്ടുള്ള കളർ ചെയ്യുമായിരുന്നു. ഓക്കെ. ബദലു യഹ കാര്യ സദാ ഹി ഏക് മച്ചിയെ പർ ബൈഠ് കർ കിയാ കർത്താ ഥ. ബദലു ഈ കാര്യം എപ്പോഴും ഒരു മച്ചിയ എന്ന് പറഞ്ഞാൽ ചാർപ്പായി, 4 കാലുള്ള ചെറിയ സ്റ്റൂള് പോലത്തെ ആ ഒരു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, മച്ചിയ എന്ന് പറയുന്നത്. മച്ചിയുടെയും പിക്ചർ നമുക്ക് ഇതിൽ കാണാൻ പറ്റും കണ്ടോ. അദ്ദേഹം ഇരിക്കുന്ന ഈ ചാർപ്പായിയാണ്, ഈ 4 കാലുള്ള ഈ ചെറിയ സ്റ്റൂളിനെയാണ് എന്തെന്ന് പറയുന്നത്, മച്ചിയ എന്ന് പറയുന്നത്. ഓക്കെ. ये सब काम वो हमेशा एक मच्छी पर बैठ कर किया करता था. ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഒരു സ്റ്റൂളിൽ, ഒരു ചാർപ്പായിൽ ഇരുന്നിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. जो बहुत ही पुरानी थी, അത് വളരെ പഴക്കമാർന്ന ഒരു സ്റ്റൂളായിരുന്നു. बगल में ही उसका हुक्का रखा रहता जिसे वह बीच बीच में पीता रहता. അതിന്റെ അടുത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഹുക്ക എന്ന് പറഞ്ഞാൽ അതേ കണ്ട, ഇതിനെയാണ് ഹുക്ക എന്ന് പറയുന്നത്. ഈ പഴയ ആൾക്കാരൊക്കെ ഈ വലിക്കുന്ന മാതിരിയുള്ള ഒരു സാധനത്തിനെയാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. ഈ എന്താ പറയുന്നത്, ഈ സിഗരറ്റ് വലിക്കുന്നത് പോലെ പഴയ തരത്തിൽ വലിക്കുന്ന അതിനെയാണ് ഹുക്ക എന്ന് പറയുന്നത് കേട്ടോ. हुक्का रहता था जिसे वह बीच बीच में पीता रहता था. അതിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. गांव में मेरा दोपहर का समय अधिकतर बदलू के पास बीतता था. ഗ്രാമത്തിൽ പോയാൽ എൻ്റെ 2 മണി വരെ, ആ 2 മണി സമയം എന്ന് പറയുന്നത്, മേരാ दोपहर का समय,
ആ 2 മണി സമയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഞാൻ ബദ്രുവിന്റെ അടുത്ത് തന്നെയാണ് വിനിയോഗിച്ചുകൊണ്ടിരുന്നത്. ബീത്താത്ത അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെയാണ് വിനിയോഗിച്ചുകൊണ്ടിരുന്നത്. വ മുജെ ലല്ല കഹാ കർത്ത, അദ്ദേഹം എന്നെ എന്തെന്നാണ് വിളിച്ചിരുന്നത്? ലല്ല എന്നാണ് വിളിച്ചിരുന്നത്. और मेरे पहुंचते ही मेरे लिए तुरंत एक मचिया मांगा देता, അദ്ദേഹം ഞാൻ എത്തിയ ഉടനെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു മച്ചിയ വീട്ടിൽ നിന്ന് പറഞ്ഞ് ഒരു ചെറിയ സ്റ്റൂൾ എനിക്ക് വേണ്ടിയും വാങ്ങി തരുമായിരുന്നു ഇരിക്കാൻ വേണ്ടി. मैं घंटों बैठे बैठे उसे इस प्रकार चूड़ियां बनाते देखता रहता था. ഖണ്ടോ, മണിക്കൂറുകളോളം ഞാൻ അവിടെ ഇരുന്നിരുന്ന അദ്ദേഹം ഉണ്ടാക്കുന്ന ആ ഒരു ചൂടി, ആ വളകൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുമായിരുന്നു. ലഗ്ഭഗ് റോസ് ഹി വഹ് ചാർ ചഹ് ജോഡെ ചൂടിയാ ബനാത്ത, അദ്ദേഹം ലഗ്ഭഗ് ഏകദേശം അദ്ദേഹം റോസ് എന്നും അദ്ദേഹം ചാർ ചഹ് ജോഡെ ചൂടിയാ ബനാത്ത, ഏകദേശം 4-6 ജോഡി ചൂടികളാണ്, വളകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പൂരാ ജോഡ ബനാ ലേനെ पर वह उसे बेलन पर चढ़ाकर कुछ क्षण चुपचाप देखना रहता, मानो वह बेलन न होकर किसी नववधू की कलाई हो गई है. അദ്ദേഹം എന്ത് ചെയ്യും? പൂരാ ജോഡ ബനാലേനെ പർ, അതായത് മൊത്തം ആ ഒരു ജോഡികളെല്ലാം, ആ വളകളുടെ ജോഡികളെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം വഹുസെ ബേലൻ പർ ചടാക്കർ, ബേലൻ എന്ന് പറഞ്ഞാൽ റോളറിനെയാണ് ബേലൻ എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു റോളർ, അതായത് റോളായിട്ടുള്ള ഒരു ഷേപ്പുള്ള ഒരു നീളമുള്ള ഒരു ഇതിനെയാണ് റോളർ എന്നാണ് പറയുന്നത്. ബേലൻ എന്ന് പറയുന്നത്. റോളർ പർ ചടാക്കർ, അതിലേക്ക് ഇട്ടുകൊണ്ട്, ചടാക്കർ കുച്ച് ക്ഷൺ ചുപ് ചാപ്പ് ദേഖ്താ രഹാ താ, കുറച്ച് സമയത്തേക്ക് ഒന്നും മിണ്ടാതെ അതിലേക്ക് തന്നെ, ആ റോളറിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. സ്വന്തം കൈകൾ കൊണ്ട് ഉണ്ടാക്കിയ ആ വളകളെല്ലാം ആ റോളറിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് അതിലേക്ക് തന്നെ നിശബ്ദമായി കുറച്ചു നേരം നോക്കിയിരിക്കുമായിരുന്നു. മാനോ വഹ് ബേലൻ ന ഹോക്കർ കിസി നവവധു കി കലായി ഹെ, അദ്ദേഹം നോക്കുന്നത് കണ്ടാൽ തോന്നും അത് ബേലനല്ല, പകരം ഏതോ നവവധു കി കലായി ഹെ, അത് ഏതോ ഒരു പുതിയ പെണ്ണ്, അതായത് കല്യാണ വധുവിന്റെ കൈകൾ എന്ന പോലെയാണ് അദ്ദേഹം അതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ബദലു മണിഹാർ ധ, ബദലു വളകൾ ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് എന്തെന്ന് പറയുന്നത്? മണിഹാർ എന്ന് പറയുന്നത്. ഓക്കെ, ബദലു ഏക്ക് മണിഹാർ ധ, വളകൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഓക്കെ, വളകൾ ഉണ്ടാക്കി വിൽക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ മണിഹാർ എന്ന് പറയുന്നത്. ചൂടിയാ ബനാന ഉസ്കാ പൈതൃക പേശാ ഥാ और वास्तव में वह बहुत ही सुंदर चूड़ियां बनाता था. ചൂടിയാം, വളകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പൈതൃക പേശ എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി അദ്ദേഹം അവരുടെ കുടുംബത്തിൽ പരമ്പരാഗതമായി ചെയ്തു വന്ന ജോലിയാണ് അത്. വാസ്തവമേ വഹ് ബഹുത് ഹി സുന്ദർ ചൂടിയാ ബനാത്ത ഥാ, സത്യത്തിൽ അദ്ദേഹം വളരെ സുന്ദരമായിട്ടുള്ള വളകൾ ഉണ്ടാക്കുമായിരുന്നു. ഉസ്കി ബനായി ഹുയി ചൂടിയോ കി ഖപ്പത് ഭി ബഹുത് ഥി, അതുപോലെ ഖപ്പത്ത് എന്ന് പറഞ്ഞ ആവശ്യകത കേട്ടോ, അദ്ദേഹം ഉണ്ടാക്കുന്ന ആ ഒരു വളകളുടെ ആവശ്യക്കാരും ഒരുപാടായിരുന്നു. മാങ്, ആവശ്യകതയും വളരെ കൂടുതലായിരുന്നു. ഉസ് ഗാവ് മേ തോ സബി സ്ത്രീയാ മുസ്കി ബനായി ഹുയി ചൂടിയാ പെഹൻതി ഥി, ആ ഗ്രാമത്തിലുള്ള എല്ലാ സ്ത്രീകളും അദ്ദേഹം ഉണ്ടാക്കിയ വളകളാണ് പെഹൻതി ഥി, അതായത് ധരിച്ചുകൊണ്ടിരുന്നത്. ആസ്പാസ് കെ ഗാവോं के लोग भी उससे चूड़ियां ले जाते थे, അടുത്തുള്ള ഗ്രാമത്തിൽ നിന്നും ആൾക്കാർ വന്ന് അദ്ദേഹത്തിൽ നിന്ന് വളകൾ വാങ്ങിക്കുമായിരുന്നു. परंतु वह कभी भी चूड़ियों को पैसों से बेचता न था, പക്ഷെ ഒരിക്കലും അദ്ദേഹം ഈ വളകളെ पैसों से बेचता न था, പൈസയ്ക്ക് വേണ്ടിയിട്ടായിരുന്നില്ല വിറ്റുകൊണ്ടിരുന്നത്. പകരമോ उसका अभी तक वस्तु विनिमय का तरीका था, ഇപ്പോഴും അദ്ദേഹം വസ്തുവിനിമയം, പഴയ ആ ഒരു ബാർട്ടർ സിസ്റ്റം സമ്പ്രദായം എന്ന് പറയുന്നത് പോലെ സാധനങ്ങൾ പകരമായി വാങ്ങിക്കൊണ്ട് അതിന് പകരം വളകൾ നൽകുമായിരുന്നു. അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു അദ്ദേഹം അപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. और लोग अनाज के बदले उससे ചൂടിയാ ലേ ജാത്താ ഥാ, ആൾക്കാർ എന്ത് ചെയ്യായിരുന്നു? അനാജ്, ധാന്യത്തിന് പകരമാണ് അദ്ദേഹത്തിൽ നിന്ന് ധാന്യം നൽകി പകരം വളകൾ വാങ്ങുമായിരുന്നു. ബദലു സ്വഭാവസെ ബഹുത് സീതാ ഥാ, സ്വഭാവത്തിൽ അദ്ദേഹം വളരെ സാധാരണ, അതായത് വളരെ പാവമായിട്ടുള്ള സ്വഭാവക്കാരനായിരുന്നു. മേനെ കഭി ഭി ഉസെ കിസി സെ ഝഗഡാ നഹീ ദീഖ, ഝഗഡ എന്ന് പറഞ്ഞാൽ വഴക്ക് കൂടുക, ഞാൻ ആരുമായിട്ടും ഇതുവരെ അദ്ദേഹം വഴക്ക് കൂടുന്നത് കണ്ടിട്ടേയില്ല. ഷാദി വിവാഹക്കെ അവസരവും പർ വഹ അവശ്യ ജിദ് പകഡ് ജാത്താ ഥാ, ഈ കല്യാണ വിവാഹ അവസരങ്ങളിലെല്ലാം അദ്ദേഹം വളരെ വാശി പിടിച്ച് നിൽക്കുന്ന ഒരാളായിരുന്നു. അതായത് അദ്ദേഹം വിചാരിക്കുന്നത് കൊടുത്താൽ മാത്രമേ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വള വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതാ പറയുന്നത് ജിദ് പകഡ് ജാത്താ ഥാ, എന്താ പറയുന്നത്, അദ്ദേഹത്തിന്റെ വളകൾക്ക് കൂടുതൽ
കൂടുതൽ ആവശ്യകത എന്ന് പറയുന്നത് വിവാഹ സന്ദർഭങ്ങളിലാണ് അല്ലെ. ആ സമയത്ത് അദ്ദേഹം കുറച്ച് വാശി പിടിച്ചിരിക്കുമായിരുന്നു. ജീവൻ ഭർ ചാഹെ കോയി ഉസ്സെ മുഫ്ത് ചൂടിയാം ലേ ജായേ परंतु विवाह के अवसर पर वह सारी कसर निकाल लेता था. ജീവൻ ഭർ ചാഹെ കോയി ഉസ്സെ മുഫ്ത് ചൂടിയാൻ ലേ ജായേ करते थे. ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പലരും വേണമെങ്കിൽ ഇനിയിപ്പോ മുഫ്ത് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് വേണമെങ്കിലും വളകൾ വാങ്ങിക്കുമായിരിക്കാം. പക്ഷേ വിവാഹಕ್ಕೆ അവസർ पर वह सारी कसर निकाल लेता था. പക്ഷെ ആ ഒരു വിവാഹത്തിന്റെ അവസരം വരുമ്പോഴത്തേക്കും അദ്ദേഹം അതുവരെയുള്ള എല്ലാ കുറവുകളും നികത്തുമായിരുന്നു. സാരി കമിയാ പൂയി കർത്തേത്തെ എന്ന് പറഞ്ഞാൽ കസർ എന്ന് പറഞ്ഞാൽ അതുവരെ കസർ നിക്കാൽന എന്ന് പറഞ്ഞാൽ ഇതുവരെ എന്താ പറയുക വന്ന നഷ്ടങ്ങളെല്ലാം അതിൽ അദ്ദേഹം നികത്തുമായിരുന്നു. ആഖിർ സുഹാഗ് കെ ജോഡെ കാ മഹത്വ ഹി और होते हैं. സത്യം പറഞ്ഞാൽ ഈ സുഹാഗ് കെ ജോഡെ കല്യാണത്തിന്റെ ആ ഒരു വളകൾ എന്ന് പറയുന്നത് ആ ഒരു വളകൾ എന്നതിന്റെ മഹത്വം ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ലെവലിൽ തന്നെയായിരുന്നു. मुझे याद है मेरे मामा के यहाँ किसी लड़की के विवाह पर जरा सी किसी बात पर बिगड़ गया था और फिर उसको मनाने में लोहे लग गए थे. എനിക്ക് ഓർമ്മയുണ്ട് മേരെ മാമാക്ക് യഹാ എന്റെ മാമാടെ അവിടെ ഏതോ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന്റെ അവസരത്തിൽ എന്തോ ചെറിയൊരു പ്രശ്നം എന്തോ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ചെറിയ ബാത് പർ ബിഗഡ് ഗയേ थे. അതിൽ തന്നെ അദ്ദേഹം എന്തായിരുന്നു അതിലൊന്ന് പരിഭവം അറിഞ്ഞിച്ച് അദ്ദേഹം ഒന്ന് തെറ്റിയായിരുന്നു. ആർ ഫിർ ഉസ്കോ മനാനെ മേ ലോഹേ ലഗ് ഗയേ थे. അദ്ദേഹത്തിനെ ഒന്ന് എടുക്കുന്നത് വളരെ ബഹുത് മുഷ്കിൽ ഹോന. അതിനാണ് നമ്മൾ ലോഹേ ലഗ്ന എന്ന് പറഞ്ഞാൽ ബഹുത് മുഷ്കിൽ ഹോന, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിനെ എന്താ പറയുന്നത് പഴയ രൂപത്തിലേക്ക്, അതായത് അദ്ദേഹത്തിന്റെ മനസ്സൊന്ന് മാറിപ്പോയാൽ തിരിച്ചു കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാ പറയുന്നത്. ദേഷ്യം പിടിച്ചു പോയാൽ പിന്നെ ആളിനെ തിരിച്ചു കൊണ്ടുവരാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. विवाह में इसी जोड़े का मूल्य इतना बढ़ जाता था कि उसके लिए उसकी घरवाली को सारे वस्त्र मिलते, ढेरों अनाज मिलता, उसको अपने लिए पगड़ी मिलती और रुपए जो मिलते सो अलग. विवाह में इसी जोड़े का मूल्य इतना बढ़ जाता है. വിവാഹങ്ങളിലൊക്കെ ഈ ലാക്കി ജോഡികളുടെ വില, ഈ ഒരു വില എന്ന് പറയുന്നത് വില എന്ന് പറയുന്നത് ഒരുപാട് ബഡ് ജാത്ത, ഒരുപാട് കൂടുതലായിരുന്നു. എന്തെന്നാൽ ഉസ്കേലി ഉസ്കി ഘർവാലിക്കോ സാരെ വസ്ത്ര മിൽത്തെ. ഘർവാലി വീട്ടുകാരിക്ക് വസ്ത്രങ്ങളെല്ലാം ലഭിക്കുമായിരുന്നു. ഠേരോ അനാജ് കൂടുതൽ അനാജ് ധാന്യങ്ങൾ ലഭിക്കുമായിരുന്നു. ഉസ്കോ അപ്നെ ലിയെ പഗ്ഡി തലപ്പാവ്, തൊപ്പിയാണ് പഗ്ഡി എന്ന് പറയുന്നത്, തൊപ്പിയല്ല തലപ്പാവ്. ഈ പണ്ടത്തെ ഈ ഗ്രാമപ്രദേശങ്ങളിലെ ആൾക്കാരൊക്കെ നോർത്തിലൊക്കെ പോയി ഇപ്പോഴും കാണാൻ പറ്റും തലപ്പാവ് ധരിച്ച ആൾക്കാരല്ലേ. ആ ഒരു തലപ്പാവിനെയാണ് പഗ്ഡി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ബദ്ലൂന് പഗ്ഡി തലപ്പാവ് ലഭിക്കുമായിരുന്നു. ആ ഒരു പേജോ മിൽത്തേസോ അലക്, അതുപോലെ തന്നെ പൈസ കിട്ടുന്നത് അത് വേറെ ലെവലില് പൈസയും കിട്ടുമായിരുന്നു. അപ്പോ വിവാഹ സമയങ്ങളിൽ ബദലിനും കിട്ടുന്നത് എന്തൊക്കെയായിരുന്നു? ബദ്ലുവിന്റെ വീട്ടുകാരിക്കുള്ള വസ്ത്രങ്ങൾ ലഭിക്കുമായിരുന്നു, ഒരുപാട് ധാന്യങ്ങൾ ലഭിക്കുമായിരുന്നു, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തലപ്പാവ് ലഭിക്കുമായിരുന്നു. അതുകൂടാതെ പൈസയുടെ വകയ്ക്ക് വേറെയും ലഭിക്കുമായിരുന്നു. यदि संसार में बदलू को किसी बात से चिढ़ थी तो वह थी कांच की चूड़ियों से. ഈ ലോകത്തിൽ തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തില് ഈ നമ്മുടെ ബദ്ലുവിന് കുറച്ചെങ്കിലും ഒരു ദേഷ്യം, കൂടുതൽ ഇറിറ്റേഷൻ തോന്നുന്ന ദേഷ്യം തോന്നുന്നു പറയുന്നത് വഹതി കാഞ്ച് കി ചൂടിയോ, കുപ്പിവളകൾ. കാഞ്ച് ഗ്ലാസിനെയാണ് ഗ്ലാസിനെയാണ് നമ്മൾ കാഞ്ച് എന്ന് പറയുന്നത്. കുപ്പിവളകൾ കാണുമ്പോഴാണ്, കുപ്പിവളകളുടെ കാര്യത്തിൽ അദ്ദേഹം ഭയങ്കര അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു എന്ത്? കുപ്പിവളകൾ. यदि किसी भी स्त्री के हाथों में उसे कांच की चूड़ियां दिख जाती तो वह अंदर ही अंदर कूड़ उठता और कभी कभी तो 2-4 बातें भी सुना देता. എന്ത് ചെയ്യും അദ്ദേഹം? ഈ ഏതെങ്കിലും സ്ത്രീകളുടെ കൈകളിൽ ഈ കാഞ്ച് കി ചൂടിയാം കാണുകയാണെങ്കിൽ, ഈ കുപ്പിവളകൾ കാണുകയാണെങ്കിൽ അകത്ത് തന്നെ അദ്ദേഹം കൂടുതലായി കൂടുതൽ രോഷാകുലനാകുകയും അതുപോലെ തന്നെ കബി അത് കൂടുതൽ ഉള്ളിൽ തോന്നുന്നതൊക്കെ അതിന് പുറത്ത് അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു? കബി തോ 2-4 ബാത്തേം ബി സുനാ ദേത്ത. അവർക്ക് കുറച്ച് 2-3 വർത്തമാനം കൂടി അവരടുത്ത് പറഞ്ഞിട്ടേ ആര് തിരിച്ചു വരുള്ളൂ? ഈ ബദ്ലു തിരിച്ചു വരുള്ളായിരുന്നു. മുജ്സേ തോ വഹ് ഘണ്ടോ ബാത്തേം കിയാ കർത്ത. എന്നോട് അദ്ദേഹം മണിക്കൂറുകളോളം വർത്തമാനം പറയുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. കബി മേരി പഠായി കെ ബാരെ മേം പൂച്ച്താ. ചിലപ്പോഴൊക്കെ എന്റെ പഠിത്തത്തിനെ കുറിച്ച് ചോദിക്കും. കബി മേരെ ഘർ കെ ബാരെ മേം, ചിലപ്പോഴൊക്കെ എന്റെ വീടിനെ പറ്റി ചോദിക്കും. കബി യോ ഹി ഷഹർ കെ ജീവൻ കെ ബാരെ മേം, ചിലപ്പോഴൊക്കെ നമ്മുടെ പട്ടണത്തിലെ ജീവിതത്തിനെ കുറിച്ച് ചോദിക്കും. മേ ഉസ്സേ കാത്താ കി ഷഹർ മേ സബ് കാഞ്ച് കി ചൂടിയാ പഹനത്തെ ഹൈ തോ വഹ് ഉത്തർ ദേത്ത. ഞാൻ അദ്ദേഹത്തിനോട് പറയും
ഈ പട്ടണത്തിലെല്ലാം എല്ലാ സ്ത്രീകളെല്ലാം ഈ കുപ്പിവളകളാണ് ധരിക്കുന്നത് എന്ന് അദ്ദേഹത്തിനോട് പറയുമ്പോൾ അദ്ദേഹം ഉത്തരം പറയുന്നത് എന്താണ്? ഷഹർ കി ബാത് ഓർ ഹെ ലല്ല, ഈ പട്ടണത്തിലെ കാര്യങ്ങളൊക്കെ വേറൊരു ലെവലാണ് ലല്ല. വഹാ തോ സബി കുച്ച് ഹോത്തെ ഹെ, അവിടെ എല്ലാം നടക്കുന്നുണ്ടല്ലോ. വഹാ തോ ഔറത്തെ അപ്നെ മർദ് കാ ഹാത്ത് ഹാത്ത് പകഡ്കർ സഡ്കോं पर घूमती भी है. അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ പെണ്ണുങ്ങളെല്ലാം സ്ത്രീകളെല്ലാം സ്വന്തം ഭർത്താവിന്റെ കയ്യിലൊക്കെ പിടിച്ചല്ലേ റോഡുകളോളം എന്ത് ചെയ്യുന്നത്? ഘൂംതുന്നത്, ചുറ്റി. ഘൂംന എന്ന് പറഞ്ഞാൽ ചുറ്റി നടക്കുന്നത്. ഫിർ ഉൻകി കലായിയ നാസുക് ഹോത്തി ഹെ ന, അതുപോലെ തന്നെ അവരുടെ കൈകളൊക്കെ വളരെ നാസുക്, അതായത് വളരെയധികം നാസുകായിട്ടുള്ളതല്ലേ, വളരെ എന്താ പറയണേ, സോഫ്റ്റ് ആയിട്ടുള്ള, അത്ര വലിയ ശക്തിയേറിയ കൈകളൊന്നും അല്ലല്ലോ എന്നാ പറയുന്നത്. ലാക്കി ചുടിയാം പാനെ തോ മോച്ച് നാ ജായേ. ലാക്കി ചുടിയാം, ഈ ലാക്ക് കൊണ്ടുണ്ടാക്കിയ ഈ വളകൾ അവര് ധരിക്കുകയാണെങ്കിൽ അവരുടെ കൈകളിൽ എന്ത് വരും? ചിലപ്പോൾ അടയാളങ്ങൾ വരുന്ന തരത്തിലുള്ളതായി പോകും. കാരണം അത്രത്തോളം എന്താ പറയണേ, അത്രത്തോളം ഒരു ആരോഗ്യമൊന്നും ഇല്ലാത്ത കുറെ സോഫ്റ്റ് ആയിട്ടുള്ള കൈകളല്ലേ അവർക്ക്. അവർക്ക് കുപ്പിവളകളെ ധരിക്കാൻ പറ്റുള്ളൂ. കബി കബി ബദ്രു മേരി അച്ചി ഖാസി ഖാത്തിർ ഭി करता, जिन दिनों उसकी गाय के दूध होता वह सदा मेरे लिए मलाई बचा कर रखता, और आम की फसल में तो मैं रोज ही उसके यहाँ से 2-4 आम खाता था. कभी कभी बदलू मेरी अच्छी खासी खातिर भी करता. പലപ്പോഴും അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? എന്നെ എന്താ പറയണേ, ഇസ്സത്ത് ഖാസി ഖാത്തിർ ഭി കർത്ത എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്നെ ആദരിക്കുന്നു എന്നതിലുപരി ഒന്ന് സൽക്കരിക്കുമായിരുന്നു എന്ന് പറയാം. ഭയങ്കര വലിയ കാര്യമായിട്ട് ഒരു ഇസ്സത്തോടു കൂടി, ഭയങ്കര ആദരവോടു കൂടി എന്നെ സൽക്കരിക്കുമായിരുന്നു. ജിന്ദിനോ എനിക്ക് ഗായ്ക്ക് ദൂത് ഹോത്ത, എപ്പോഴൊക്കെയാണോ അവരുടെ പാല്, അവരുടെ ഗായ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പശുവിന്റെ നിന്ന് പാല് കൂടുതൽ കിട്ടുന്നത്, സദാ മേരിലിയെ മലായി ബച്ചാക്കർ രക്ത, എനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുമായിരുന്നു? മലായി, ക്രീം ഉണ്ടാക്കി തരുമായിരുന്നു. ബച്ചാക്കർ രക്ത, ബച്ചാക്കർ രക്ന എന്ന് പറഞ്ഞാൽ എനിക്കായി വെച്ചിരിക്കുമായിരുന്നു, ക്രീം എനിക്കായി മാറ്റി വെക്കുമായിരുന്നു. ആ രാംകി ഫസൽ മേ, അതുപോലെ തന്നെ ഈ മാങ്ങയുടെ ഫസൽ, വിളവ് കാലം വരുമ്പോഴോ, തോമേ റോസ് ഹ്യൂസ്കെ യഹാസെ 2-4 ആം ഖാത്താ ഥാ, അദ്ദേഹത്തിന്റെ അവിടെ നിന്ന് ആ സമയം മാങ്ങയുടെ ആ ഒരു കാലം വരുമ്പോഴത്തേക്കും, ആ ഒരു വിളവെടുപ്പ് വരുന്ന സമയം എന്നും ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് 2-4 മാങ്ങകൾ കഴിക്കുമായിരുന്നു. കഴിച്ചുകൊണ്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. परंतु इन सब बातों के अतिरिक्त जिस कारण वह मुझे अच्छा लगता वह यह था कि लगभग रोज ही वह मेरे लिए 1-2 गोलियां बना देता. परंतु इन सब बातों के अतिरिक्त, ഈ കാര്യങ്ങളെ കൂടാതെ, അതിരിക്ത് ജിസ് കാരൺ, ഈ കാരണം, ജിസ് കാരൺ ഏത് കാരണമാണോ, വഹ് മുझे अच्छा लगता, എന്തെന്നാൽ എനിക്ക് അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടമാകാനുള്ള വേറൊരു കാരണം എന്താണെന്നാൽ ഇതിനേക്കാൾ ഉപരിയാണ് ആ ഒരു കാരണം. എന്താണ് ആ കാരണം? വഹ യഹ ഥാ കി ലഗ്ഭഗ് റോസ് ഹി വഹ് മേരെ ലിയെ 1-2 ഗോലിയാ ബനാ ദേത്ത, എന്നും അദ്ദേഹം എനിക്ക് 1-2 ഗോലികൾ ഉണ്ടാക്കി തരുമായിരുന്നു അല്ലെ. അദ്ദേഹം ഇത്രത്തോളം ഭയങ്കര സ്നേഹമായിട്ട് എനിക്ക് ക്രീം ഉണ്ടാക്കി മാറ്റി വെക്കുമായിരുന്നു. എനിക്ക് മാങ്ങയുടെ സീസൺ വരുമ്പോഴത്തേക്കും കൂടുതലായി മാങ്ങ തരുമായിരുന്നു കഴിക്കാൻ. ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനെല്ലാം ഉപരി എനിക്ക് അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടമാവാൻ കാരണം എന്തെന്നാൽ, എന്നും അദ്ദേഹം 1-2 ഗോലികൾ, എനിക്ക് കളിക്കാനുള്ള ഗോലികൾ ഉണ്ടാക്കി തരുമായിരുന്നു. അതുകൊണ്ടായിരുന്നു എനിക്ക് അദ്ദേഹത്തിനെ കൂടുതൽ ഇഷ്ടം എന്നാണ് ഇവിടെ ലേഖകൻ പറയുന്നത്. लल्ला പറയുന്നത്, मैं बहुधा हर गर्मी की छुट्टी में अपनी मामा के यहाँ चला जाता और 1-8 महीने वहां रहकर स्कूल खुलने के समय तक वापस आ जाता. मैं बहुधा, ഞാൻ ഏറ്റവും കൂടുതലും ഹർ ഗർമി കി ചുട്ടി മേ, എപ്പോഴും ചൂടിന്റെ ആ ഒരു ചൂട്, നമ്മൾ ആനുവൽ എക്സാം കഴിഞ്ഞിട്ടുള്ള ആ ചൂടിന്റെ ആ ഒരു അവധിക്കാലത്ത്, അവധിക്കാലത്ത് അപ്നി മാമാക്ക് യഹാ ചലാ ജാത്ത, അത് മാമന്റെ ആ ഒരു അമ്മാവിന്റെ ആ ഗ്രാമത്തിലേക്ക് പോകുമായിരുന്നു. और 1-8 മഹീനെ, അതായത് ഏകദേശം ഒരു പകുതി മാസം, ആദ് എന്ന് പറഞ്ഞാൽ പകുതി മാസത്തോളം ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? വഹാ രഹ്കർ, അവിടെ താമസിച്ചിട്ട് സ്കൂൾ ഖുൽനേക്ക് സമയത്തക് വാപ്പസ് ആ ജാത്ത, സ്കൂൾ തുറക്കുന്ന ആ സമയമാകുമ്പോഴേ തിരിച്ചു വരുമായിരുന്നുള്ളൂ. परंतु 2-3 बार ही मैं अपनी मामा के यहाँ गया होऊंगा, तभी मेरे पिता की एक दूर के शहर में बदली हो गई और एक लंबी अवधि तक मैं अपनी मामा के गांव न जा सका. 1-8 महीने मैं वहां रहकर स्कूल खुलते समय ही मैं वापस आ जाता था അല്ലെ. പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അമ്മാവിന്റെ ഈ വെക്കേഷൻ സമയങ്ങളിൽ, ചൂടിന്റെ ആ ഒരു വെക്കേഷൻ സമയങ്ങളിൽ ഞാൻ കൂടുതലും അമ്മാവിന്റെ ഗ്രാമങ്ങളിലാണ് പോകുന്നത്, ഗ്രാമത്തിലാണ് പോകുന്നത്. ഏകദേശം പകുതി മാസം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് സ്കൂൾ തുറക്കാറാവുമ്പോൾ മാത്രമേ ഞാൻ തിരിച്ചു വരാറുള്ളായിരുന്നു. പക്ഷേ 2-3 बार ही मैं अपनी मामा के यहाँ गया हुआ,
होऊंगा. പക്ഷെ എനിക്കൊരു 2-3 തവണ മാത്രമേ ആ അമ്മാവന്റെ ഗ്രാമത്തിലേക്ക് പോവാൻ സാധിച്ചുള്ളൂ. അപ്പോഴത്തേക്കും മേരെ പിതാക്ക് ഏക് ദൂർ കെ ഷഹർ മേ ബദലി ഹോ ഗയി. ബദലി മാറ്റം. എന്റെ അച്ഛന് വേറൊരു ദൂരെയുള്ള ഒരു സ്ഥലത്തിലേക്ക്, ഒരു പട്ടണത്തിലേക്ക് എന്റെ അച്ഛന് ജോലി മാറ്റം കിട്ടി. और एक लंबी अवधि ഒരു ലംബി, വളരെ നീളം കൂടിയ അവധി എന്നാ ഉദ്ദേശിക്കുന്നത്. അതായത് കുറെ കാലത്തോളം തക് മേ അപ്നി മാമാക്കെ ഗാവ് ന ജാ സക, കുറെ കാലം ആയി ഞാൻ എന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് പോവാൻ സാധിച്ചിട്ടില്ല. തബ് ലഗ്ഭഗ് 8-10 വർഷം കെ ബാദ് ജബ് മേ വഹാ ഗയാ തോ, എന്നാൽ ഏകദേശം 8-10 വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവിടെ അമ്മാവന്റെ അവിടേക്ക് സ്ഥലത്തേക്ക് ഗ്രാമത്തിലേക്ക് പോയപ്പോഴോ തോ ഇतना बड़ा हो चुका था कि लाख की गोलियां में मेरी രുചി नहीं रह गई थी. അച്ഛന്റെ കൂടെ അച്ഛന് സ്ഥലം മാറ്റം കിട്ടി, വേറൊരു പട്ടണത്തിലേക്ക് മാറിയായിരുന്നു. അപ്പം കാലങ്ങളായി അമ്മാവന്റെ ഗ്രാമത്തിലേക്ക് പോയിട്ടെന്ന് പറയുന്നുണ്ട്. ഏകദേശം 8-10 വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ഈ ലല്ല വീണ്ടും ഗ്രാമത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കും അദ്ദേഹം ഒരുപാട് വളർന്നു പോയിരുന്നു അല്ലെ. 8-10 വർഷങ്ങളുടെ വ്യത്യാസം വന്നപ്പോൾ ആൾ ഒരുപാട് വളർന്നിരുന്നു. അപ്പോഴേക്കും ഈ ലാക്കി ഗോലിയാം, ഈ ലാക്കൊണ്ടുണ്ടാക്കുന്ന ആ ഗോലികളുടെ അദ്ദേഹത്തിന്റെ പ്രിയം എന്ത് മാറിയിരുന്നു? രുചി നെഹി രഹഗേതി, പ്രിയമില്ലായിരുന്നു. ആ ഒരു ഇതിനോടുള്ള ഇഷ്ടമൊക്കെ അങ്ങ് മാറിപ്പോയിരുന്നു. അതഹ ഗാവ് മേ ഹോത്തെ ഹുയേ ഭി കൈ ദിനോ തക് മുझे ബദലു കാ ധ്യാൻ ആയ. അതും അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ആ ഗ്രാമത്തിൽ താമസിച്ചിട്ട് പോലും കുറെ ദിവസങ്ങളോളം എനിക്ക് ബദലു കാക്കയെ കുറിച്ചൊരു ഓർമ്മയേ ഇല്ലായിരുന്നു, ശ്രദ്ധിച്ചതേ ഇല്ലായിരുന്നു. ആ ഒരു കാര്യമേ എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഓർമ്മയിൽ നിന്ന് മാഞ്ഞതുപോലെയായിരുന്നു. इस बीच मैंने देखा कि गांव में लगभग सभी स्त्रियां कांच की चूड़ियां पहने हैं. എന്നിട്ട് ഇതിനൊക്കെ ഇടയ്ക്ക് ഞാൻ കൂടുതലും ശ്രദ്ധിച്ചപ്പോൾ ഈ ഗ്രാമത്തിലെ സ്ത്രീകളെല്ലാം കൂടുതൽ ആൾക്കാരും കാഞ്ച് കി ചൂടിയാൻ പഹനെ थे, കുപ്പിവളകളാണ് എന്താ പറയുന്നത് ധരിച്ചിരുന്നത്. വിരൽ ഹി ഹാത്തോ മേ मैंने लाकी चूड़ियां देखी. ആ ഗ്രാമത്തിൽ പണ്ട് അത്രത്തോളം ലാക്കി ചൂടികൾ മാത്രം ധരിച്ചുകൊണ്ടിരുന്ന സ്ത്രീകളുള്ള ഗ്രാമമായിരുന്നു അല്ലെ. കുട്ടിക്കാലത്ത് എപ്പോഴാണോ ലല്ല ഇവിടെ വന്നിരുന്നത്. ഇപ്പോ 8-10 വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോൾ അത് ഒരുപാട് മാറി. അവിടെയുള്ള സ്ത്രീകളെല്ലാം എങ്ങനത്തെ വളകളാണ് ധരിച്ചിരുന്നത്? കുപ്പിവളകൾ ധരിച്ചിരിക്കുന്നു. വളരെ വിരളമായിട്ടുള്ള സ്ത്രീകളുടെ കൈകളിൽ മാത്രമേ എന്ത് കാണാൻ സാധിക്കുന്നുള്ളൂ? ഈ ലാക്ക് കൊണ്ടുണ്ടാക്കിയ വളകൾ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. തബ് ഏക് ദിൻ സഹസ മുझे ബദലു കാ ധ്യാൻ ഹോ ഗയ. പ്രത്യേകിച്ച് അപ്പോഴാണ് ഒരു ദിവസം എനിക്ക് ബദലു കാക്കയെ കുറിച്ചൊരു ഓർമ്മ വന്നത്. ബാത് യഹ് ഹുയി കി ബർസാത് മേ മേരെ മാമാ കി ചോട്ടി ലഡ്കി ആംഗൺ മേ ഫിസൽ കർ ഗിർ പടി. ബർസാത്ത്, മഴയത്ത് എന്റെ അമ്മാവന്റെ ചൂട്ടിയിലടുക്കി ചെറിയ മകള് ആംഗൻമേ മുറ്റത്ത് ഫിസൽക്കൽ വഴുതി ഗിർപടി, വഴുതി വീഴുന്നതിനെയാണ് ഫിസൽക്കർ ഗിർപട എന്ന് പറയുന്നത് കേട്ടോ. വഴുതി വീണായിരുന്നു. और उसके हाथ की कांच की चूड़ी टूट कर उसके कलाई में घुस गई थी. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കുപ്പിവളകൾ പൊട്ടി അവളുടെ കൈകളിലേക്ക് കുത്തി തറച്ചു കയറിയായിരുന്നു. ആ റുസസെ ഖൂൻ ബഹനെ ലഗി, അതുപോലെ തന്നെ അതിൽ നിന്നിങ്ങനെ ഖൂൻ, രക്തം ബഹനെ ലഗി, ഒഴുകാൻ തുടങ്ങിയായിരുന്നു. മേരെ മാമാ ഉസ് സമയ ഘർ പർ നാ ഥാ, എന്റെ അമ്മാവൻ ആ സമയത്ത് വീട്ടിലില്ലായിരുന്നു. മുझे ही उसका മർഹം പട്ടി കർണി പടി, എനിക്ക് തന്നെ അവളുടെ കൈകളെല്ലാം എന്ത് ചെയ്യേണ്ടി വന്നു? കെട്ടി വൃത്തിയാക്കി മരുന്ന് വെച്ച് കെട്ടേണ്ടതായിട്ട് വന്നു. മർഹം പട്ടി എന്ന് പറഞ്ഞാൽ ശുശ്രൂഷിച്ചുകൊണ്ട് അതിനെ കെട്ടി മരുന്നൊക്കെ വെച്ച് കെട്ടൂലേ, അതിനെയാണ് പറയുന്നത് കേട്ടോ. തബി സഹസ മുझे ബദലു കാ ധ്യാൻ ഹുവായ, അപ്പോഴാണ് എനിക്ക് ബദലു കാക്കയെ കുറിച്ച് ഓർമ്മ വന്നത്. और मैंने सोचा कि उससे मिल आऊं, അപ്പൊ എനിക്കൊന്ന് തോന്നി അദ്ദേഹത്തിനെ ഒന്ന് പോയി കണ്ടാലോ. അതഹ ഷാം കോ മേ ഘൂംതെ ഘൂംതെ ഉസ്കെ ഘർ ചലാ ഗയ. അതുപോലെ അദ്ദേഹത്തിന്റെ വൈകുന്നേരത്ത് ഞാൻ കറങ്ങി അതായത് ചുറ്റാനൊക്കെ ആയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അതുവഴി ഞാൻ ആരുടെ വീട്ടിലെത്തി? അദ്ദേഹത്തിന്റെ ബദലു കാക്കയുടെ വീട്ടിലെത്തി. ബദലു വഹി ചബൂത്തറെ പർ നീം കെ നീച്ചെ ഏക് ഘാട്ട് പർ ലേട്ടാ ഥാ. ആ ബദലു എന്ത് ചെയ്യായിരുന്നു? ആ ഒരു മുറ്റത്ത് തന്നെ എന്ത് ചെയ്യായിരുന്നു? ഒരു കട്ടില് പോലുള്ള ഒരു ചെറിയൊരു അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഘാട്ട് എന്ന് പറയുന്നത്. ലേട്ടാഥ, കിടക്കുകയായിരുന്നു കേട്ടോ. ആ ഒരു മുറ്റത്ത് ബദലു അതേ മുറ്റത്ത് തന്നെ ഒരു നീം കെ പേട് കെ നീച്ചെ, ആ ഒരു മരത്തിന്റെ നീമിന്റെ പേടിന്റെ അടിയിലായിട്ട് ഒരു ഒരു കട്ടില് പോലത്തെ ഒരു തടി കൊണ്ടുള്ള ഒരു കട്ടില് പോലത്തെ ഒരു ഇതില് ലേട്ടാഥ കിടക്കുന്നുണ്ടായിരുന്നു. നമസ്തേ ബദലു കാക്ക മെനെ കഹ, ഞാൻ അദ്ദേഹത്തിനോട് നമസ്തേ പറഞ്ഞു. നമസ്തേ ബദലു കാക്ക എന്ന് പറഞ്ഞു. നമസ്തേ ഭയ്യ. അപ്പൊ ബദലുവിന് മനസ്സിലായില്ല അല്ലെ, അതുകൊണ്ടായിരിക്കും ഭയ്യ എന്ന് വിളിച്ചത്. അപ്പൊ പറയാണ് നമസ്തേ ഭയ്യ. ഉസ്നെ മേരി നമസ്തേ കാ ഉത്തർ ദിയ और उड़कर घाट पर बैठ गया. അദ്ദേഹം
നമ്മുടെ ബദ്ലുവിന് ബദ്ലു ലല്ലയ്ക്ക് നമസ്തേ പറഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് ആ ഒരു ഘാട്ടിൽ അവിടെ ഇരുന്നു. ആ ഒരു ചെറിയൊരു കെട്ടല് പോലത്തെ ആ ഇതില് ഇരുന്നു. പരന്തു ഉസ്നെ മുझे पहचाना नहीं, പക്ഷെ എന്നെ മനസ്സിലാക്കിയില്ലായിരുന്നു. അദ്ദേഹത്തിന് എന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. और देर तक मेरी ओर निहारता रहा, കുറേ നേരം എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. നിഹാർത്ത രഹ, എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ദേഖ്ന, നോക്കുക, നിഹാർത്ത രഹ. मैं हूँ ജനാർദ്ദൻ കാക്ക. അപ്പം പറഞ്ഞു ഞാൻ ആരാണ്? ജനാർദ്ദനാണ് എന്ന് കാക്ക എന്ന് പറഞ്ഞു. आपके पास से गोलियां बनवाकर ले जाता था, ഞാൻ താങ്കളുടെ കയ്യിൽ നിന്ന് ഗോലികൾ താങ്കളെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചുകൊണ്ട് ഞാൻ വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു. मैंने अपना परिचय दिया, ഞാൻ എന്നെ സ്വയം ഒന്ന് പരിചയപ്പെടുത്തി. बदलू फिर भी चुप रहा, വീണ്ടും അദ്ദേഹം മിണ്ടാതിരുന്നു. मानो वह अपने स्मृति पटल पर अतीत के चित्र उतार रहा हो, और तब वह एकदम बोल पड़ा. മാനോ, കുറെ നേരത്തേക്ക് അദ്ദേഹം വീണ്ടും എന്നെ തന്നെ നോക്കി മിണ്ടാതിരുന്നു. മാനോ, എനിക്ക് തോന്നുന്നു അദ്ദേഹം സ്മൃതി, ആ പഴയ ഓർമ്മയിലെല്ലാം അതിനെ ഒന്ന് വീണ്ടും വീണ്ടും ഓർമ്മിച്ചുകൊണ്ട് അതീത് കെ ചിത്ര, ആ പഴയ ചിത്രങ്ങൾ, പഴയ കാലത്തെ, അതായത് പാസ്റ്റിലെ ഭൂതകാലത്തെ ആ ചിത്രങ്ങളെല്ലാം ഇങ്ങനെ ഉതാർ രഹാഥ, അതിനെല്ലാം ഇങ്ങനെ ആലോചിച്ചോർത്തെടുക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. और तब वह एकदम बोल पड़ा, പെട്ടെന്ന് തന്നെ അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. आओ आओ लल्ला बैठो, ഉടനെ തന്നെ മനസ്സിലായല്ലേ, ബദ്ലു ഓർമ്മിച്ച് മനസ്സിലാക്കി എടുത്തു. ലല്ലേ അല്ലെ, ലല്ലയുടെ പേരാണ്. അപ്പൊ എന്തെന്നാണ്? ജനാർദ്ദൻ എന്നാണ് നമ്മുടെ ഇവിടുത്തെ ആ ഒരു ക്യാരക്ടറിന്റെ പേര് കേട്ടോ. ലല്ല എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോ ബദലു വിളിച്ചിരുന്നത് ലല്ല എന്നാണ്. അപ്പോഴാണ് ലല്ലയ്ക്ക് ബദലുവിന് മനസ്സിലായത്. ഉടനെ തന്നെ ബദലു പറഞ്ഞു, ഓ വരൂ വരൂ ലല്ല, ബൈഠോ, ലല്ല വന്നിരിക്കൂ. ബഹുത് ദിൻ ബാദ് ഗാവായേ, കുറെ നാളുകൾക്ക് ശേഷം ഗ്രാമത്തിലേക്ക് വന്നതാണല്ലേ. ഇധർ ആനാ നഹീ ഹോ സക്കാ കാക്ക, ഇവിടേക്ക് വരാൻ പറ്റിയില്ല കാക്ക. മേനെ ചാർപ്പായി പർ ബൈഠത്തെ ഹുയെ ഉത്തർ ദിയ, ഞാൻ ആ ഒരു ചാർപ്പായിൽ 4 കാലുള്ള ആ ഒരു സ്റ്റൂളിൽ ഇരുന്നു കൊണ്ട് ആർക്ക് ഉത്തരം നൽകി? ബദലുവിന് ലല്ല ഉത്തരം നൽകി. കുച്ച് ദേർ ഫിർ ശാന്തി രഹി, കുറച്ചു നേരം ശാന്തമായിട്ട്. മേ ഇധർ ഇധർ ദൃഷ്ടി ദൗഡായി, കുറച്ചു നേരം ശാന്തമായ ഒരു അറ്റ്മോസ്ഫിയർ, മിണ്ടാതെ ഒന്നും അനങ്ങാതെ സംസാരിക്കാത്ത ആ ഒരു രീതിയിലേക്കായി. ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ നോക്കി. ദൃഷ്ടി ദൗഡായി എന്ന് പറഞ്ഞാൽ എന്റെ കണ്ണുകളൊന്ന് ചുറ്റും ഒന്ന് ഓടിച്ചു. നാ തോ മുझे उसकी मचिया ही नजर आई ना ही भट्टी, എനിക്ക് അദ്ദേഹത്തിന്റെ ആ പഴയ ആ ഒരു മച്ചിയ, ആ ചാർപ്പായി, ആ സ്റ്റൂളും കാണാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ആ ഒരു ചൂളയും കാണാൻ പറ്റിയില്ല. കാരണം ആദ്യമൊക്കെ വരുമ്പോഴത്തേക്കും ആ ചൂളയിൽ ഉരുക്കിയാണല്ലേ, ഈ ലാഖിനെ ഉരുക്കിയാണ് അദ്ദേഹം വള ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അല്ലെ. ആ ഒരു ഭട്ടി അദ്ദേഹം പണ്ട് വരുമ്പോ ഇവിടെ മുന്നിലുണ്ടായിരുന്നു അല്ലെ, മുറ്റത്തുണ്ടായിരുന്നു, ആങ്കന്മേ ആ മുറ്റത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പഴയ ഒരു സ്റ്റൂളും ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ നോക്കിയപ്പോ അതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ആജ്കൽ കാം നഹീ കർത്തി കാക്ക, മേനെ പൂച്ച, ഞാനപ്പോ ചോദിച്ചു, ഇപ്പോ ജോലിയൊന്നും ചെയ്യുന്നില്ലേ കാക്ക എന്ന് ചോദിച്ചു. നെഹി ലല്ല, ഇല്ല ലല്ല, കാം തോ കൈ സാൽ സെ ബന്ദ് ഹെ, ജോലിയെല്ലാം കുറച്ചു വർഷങ്ങളായിട്ട് എന്താണ് അടഞ്ഞു കിടക്കുകയാണ്, ചെയ്യുന്നില്ല, നിർത്തിയിരിക്കുകയാണ്. മേരി ബനായി ഹുയി ചൂടിയാം കൊയ് പൂച്ചേ തബ് തോ, ആരെങ്കിലും ഞാൻ ഉണ്ടാക്കിയ വളകൾ ചോദിച്ചാലല്ലേ ജോലി ഉണ്ടാവുള്ളൂ. ഗാവ് ഗാവ് മേ കാഞ്ച് കാ പ്രചാർ ഹോ ഗയാ ഹെ, ഈ ഗ്രാമങ്ങളിലെല്ലാം ഇപ്പോ കാഞ്ച്, കുപ്പിയുടെ പ്രചാരണമാണ്. അതായത് കുപ്പിയാണ് കൂടുതലായിട്ട് ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കുച്ച് ദേർ, അതായത് കുപ്പി വളകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കുച്ച് ദേർ ചുപ് രഹ, കുറച്ചു നേരത്തേക്ക്. എന്നിട്ട് അയാൾ ഒന്നും മിണ്ടാതിരുന്നു. ഫിർ ബോല, എന്നിട്ട് പറഞ്ഞു, മെഷീൻ യുഹ് ഹെന യഹ് ലല്ല, മെഷീനുകളുടെ കാലമല്ലേ ലല്ല ഇത്. ആജ്കൽ സബ് കാം മെഷീൻ സെ ഹോത്താ ഹെ, ഇപ്പോ എല്ലാ ജോലികളും ആരാണ് ചെയ്യുന്നത്? മെഷീനുകളാണ് ചെയ്യുന്നത്, യന്ത്രങ്ങളാണ് ചെയ്യുന്നത്. ഖേത് ഭി മെഷീൻ സെ ജോത്തെ ജാത്തെ ഹെ, വയലുകൾ പോലും മെഷീൻ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? വിതയ്ക്കുന്നതും കൊയ്യുന്നതും ഒക്കെ എല്ലാം. और फिर जो सुंदरता कांच की चूड़ियों में होता है, लाख में कहाँ संभव है, അതുപോലെ തന്നെ ആ ഒരു സൗന്ദര്യം ഈ കുപ്പിവളകളിലുള്ള ആ ഒരു ഭംഗി ഈ ലാക്ക് കൊണ്ടുണ്ടാക്കുന്ന വളകളിൽ ചെയ്യാൻ സാധിക്കുമോ? സംഭവ് ഹേ, കഹാ സംഭവ് ഹേ, എങ്ങനെ ചെയ്യാൻ സാധിക്കും? ആ ഒരു സുന്ദരത, ആ ഒരു ലാക്ക്, ഈ കുപ്പിവളകളിലുള്ള ആ ഒരു സുന്ദരത എങ്ങനെയാണ് ഈ ലാക്ക് കൊണ്ടുണ്ടാക്കുന്ന വളകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക? ലേക്കിൻ കാഞ്ച് ബഡാ ഖത്തർനാക് ഹോത്താ ഹെ, പക്ഷേ ഈ
कांच कांच बड़ा खतरनाक होता है बड़ी जल्दी टूट जाता है मैंने कहा ഉടനെ തന്നെ ജനാർദ്ദൻ ലല്ല പറയുകയാണ് പക്ഷെ ഈ കുപ്പി എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചർ ഖത്തർനാക് ഡേഞ്ചർ ആയിട്ടുള്ളതാണ് ബടി ജൽദി ടൂട്ട് ജാത്ത ഹെ പെട്ടെന്ന് തന്നെ അത് പൊട്ടിപ്പോകുന്നു ടൂട്ട് ജാത്ത ഹെ പൊട്ടിപ്പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു നാസുക് തോ ഫിർ ഹോത്താ ഹി ഹെ ലല്ല നാസുക് തോ ഫിർ ഹോത്താ ഹി ഹെ ലല്ല അത് കുറച്ച് സോഫ്റ്റ് ആണ് സംഭവം കുറച്ച് അത്രയും ബലമില്ലാതല്ല ശരിയാണ് കാത്തെ കാത്തെ ഉസേ ഖാസിയാകെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അദ്ദേഹത്തിന് ചുമ വന്നു ആർ വഹ് ദേർ തക് ഖാസ്താ രഹ കുറേ സമയത്തോളം അദ്ദേഹം ഇങ്ങനെ ചുമച്ചുകൊണ്ടേയിരുന്നു മേ കഫ് വന്നു മുജെ ലഗാ ഉസേ ദമാ ഹെ എനിക്ക് തോന്നി അദ്ദേഹത്തിന് ക്ഷയരോഗം ദമ എന്ന് പറഞ്ഞാൽ ക്ഷയം രോഗമാണെന്ന് തോന്നി അവസ്ഥയ്ക്ക് സാത് സാത് ഉസ്കാ ശരീർ ഡൽ ചുക്കാ ഥ ആ ഒരു അവസ്ഥയോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ശരീരവും ആകെ എന്താ പറയുക ചുക്കിച്ചുളങ്ങി ആകെ ഉണങ്ങിയിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഉസ്കെ ഹാത്തും പർ ഓർ മാഥേ പർ നസേ ഉഫറായി ഥി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൈകളിലും അതുപോലെ തന്നെ തലയിലുമെല്ലാം നസേ ഉഫറായി ഥി ഈ വിയർപ്പ് തുള്ളികൾ പോലെ അല്ലെങ്കിൽ ഈ എന്താ പറയണേ ക്ഷീണത്തിന്റെ ആ ഒരു നിഴലിപ്പുണ്ടായിരുന്നു ജാനെ കൈസെ ഉസ്നെ മേരി ശങ്ക ഫാം ലി ഓർ ബോല പെട്ടെന്ന് എനിക്കറിയില്ല എങ്ങനെയാണ് അദ്ദേഹം എന്റെ ആ ഒരു സംശയം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു ദവാ നെഹി ഹേ മുജെ ക്ഷയരോഗമൊന്നുമല്ല ഫസലി ഖാസി ഹെ ഭയങ്കര കഠിനമായിട്ടുള്ള ആ ഒരു ഖാസി ചുമയാണ് എന്ന് വെച്ചാൽ ഫസലി എന്ന് പറഞ്ഞാൽ വിളവെടുപ്പ് കാലം ഒന്നും അറിയില്ലേ ചില സമയങ്ങളിൽ ഇങ്ങനെയാണ് ഈ സാഹചര്യം അനുസരിച്ച് ഈ കാലാവസ്ഥ വരുന്ന ചുമയാണ് എനിക്ക് यही महीने 2 महीने से आ रही है यही महीने 2 महीने से आ रही है ഇപ്പോ ഈ മാസങ്ങൾ 1-2 മാസത്തിലിടയ്ക്ക് വരാറുണ്ട് 10-15 दिन में ടീക്ക് ഹോ ജായേഗി 10-12 ദിവസം ആകുമ്പോഴത്തേക്കും അത് എന്താവും ശരിയായിക്കോളും ഈ കാലാവസ്ഥ കാരണം ഉണ്ടാകുന്ന ചുമയാണ് എനിക്ക് അത് ഇങ്ങനെ ചില മാസങ്ങളിലൊക്കെ 1-2 മാസങ്ങളിലൊക്കെ ഇങ്ങനെ മാസങ്ങൾ ഇടവിട്ട് വരാറുണ്ട് ഒരു 10-12 ദിവസം ആകുമ്പോഴേക്കും ആ ഒരു ചുമയങ്ങ് പൂർണ്ണമായിട്ടും മാറിക്കോളും എന്ന് പറഞ്ഞു मैं चुप रहा ഞാൻ ഒന്നും മിണ്ടിയില്ല മുझे लगा उसके अंदर कोई बहुत बड़ी व्यथा छिपी है എനിക്ക് തോന്നി അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തോ ഒരു വലിയ വ്യഥ വിഷമം छिपी है ഒളിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നി मैं देर तक सोचता रहा कि इस मशीन युग ने कितने हाथ काट दिया है ഞാൻ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരുന്നു ഈ മെഷീനെ യുഗ് ഈ ഒരു യന്ത്രവൽക്കരിച്ചിട്ടുള്ള ഈ ഒരു യുഗം അതായത് യന്ത്രങ്ങൾ നിറഞ്ഞിട്ടുള്ള അതായത് യന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഒരു യുഗം എന്ന് പറയുന്നത് കിത്തനെ ഹാത്ത് കാട്ട് ദിയേ ഹെ എത്രത്തോളം കൈകളെയാണ് വെട്ടിമാറ്റിയിരിക്കുന്നത് കുച്ച് ദേർ ഫിർ ശാന്തി കുറച്ചു നേരത്തേക്ക് വീണ്ടും ആകെ നിശബ്ദമായിട്ടുള്ള ശാന്തമായിട്ടുള്ള ആ ഒരു ചുറ്റുപാട് രഹി ജോ മുജെ അച്ഛി നഹി ലഗ അങ്ങനെ ആ ഒന്നും മിണ്ടാതെ നിശബ്ദമായിട്ടുള്ള ആ ഒരു ചുറ്റുപാട് എനിക്ക് പെട്ടെന്ന് നല്ലതായിട്ട് തോന്നിയില്ല ആം കി ഫസൽ അബ് കൈസെ ഹെ അപ്പോ അങ്ങനെ തോന്നിയപ്പോഴത്തേക്ക് നമ്മുടെ ലല്ലയ്ക്ക് ഭയങ്കര വിഷമം തോന്നിയല്ലേ നമ്മുടെ ആ ബദ്ലുവിന്റെ ആ ഒരു അവസ്ഥ കണ്ട് അദ്ദേഹം വിഷമിച്ചു അപ്പോ അദ്ദേഹം നോക്കിയപ്പോ ബദ്ലു ഒന്നും മിണ്ടുന്നില്ല തന്റെ അവസ്ഥയിൽ ആകെ വിഷമിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥ അങ്ങനെ ഒരു സാഹചര്യം നിശാന്തമായിട്ടുള്ള ആ ഒരു സാഹചര്യം നമ്മുടെ ലല്ലയ്ക്ക് നല്ലതായിട്ട് തോന്നിയില്ല അദ്ദേഹം പെട്ടെന്ന് തന്നെ വിഷയം മാറ്റിയതുപോലെ ആരോട് ചോദിക്കുകയാണ് ബദ്ലുവിനോട് ലല്ല ചോദിക്കുകയാണ് ആം കി ഫസൽ ആപ് കൈസേ ഹെ കാക്ക നമ്മുടെ മാങ്ങയുടെ വിളവെടുപ്പൊക്കെ എങ്ങനെയുണ്ട് കാക്ക ഇപ്പോ കുച്ച് ദേർ പശ്ചാത് മേനെ ബാത് കാ വിഷയ ബദൽത്തെ ഹുയെ പൂച്ച ഞാൻ കുറച്ചു നേരത്തിന് ശേഷം വിഷയം മാറ്റിക്കൊണ്ട് പഴയ ആ ഒരു വിഷമത്തിൽ നിന്നൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞ് ലാക്കി ചൂടിയായതിനെ പറ്റിയുള്ള ആ വിഷയം അങ്ങ് മാറ്റിക്കൊണ്ട് ഞാൻ മാങ്ങയുടെ കാലത്തിനെ കുറിച്ച് മാങ്ങയുടെ വിളവെടുപ്പിനെ കുറിച്ച് കാക്കയോട് ചോദിച്ചു അച്ചി ഹെ ലല്ല വളരെ നന്നായി പോകുന്നുണ്ട് ബഹുത് അച്ചി ഹെ നന്നായി പോകുന്നുണ്ട് ബഹുത് അച്ചി ഹെ വളരെ നന്നായി പോകുന്നുണ്ട് ഉസ്നെ ലഹക്ക് ഉത്തർ ദിയ വളരെ ചിരിച്ച് ഉല്ലസിച്ച് സന്തോഷവനായിട്ട് മറുപടി നൽകി और अंदर अपनी बेटी को आवाज दी എന്നിട്ട് അകത്തുള്ള തന്റെ പെൺമകളെ വിളിച്ചു ആവാസ് दी ശബ്ദം നൽകി ആവാസ് दी എന്ന് പറഞ്ഞാൽ ശബ്ദം നൽകുക വിളിക്കുക അരി രജ്ജോ രജ്ജോ ബേട്ടാ രജ്ജോ മകളുടെ പേരാണ് രജ്ജോ എന്ന് കേട്ടോ ലല്ലാക്ക് ലിയ ആം തോ ലല്ലയ്ക്ക് വേണ്ടിയിട്ട് മാങ്ങ കൊണ്ടുവരൂ ഫിർ മേരി ഓർ
मेरी और मुखातिब होकर बोला, माफ करना लल्ला, तुम्हें आम खिलाना भूल गया था. फिर मेरी और മുഖാത്തിബ് ഹോക്കർ പോലെ, എന്നിട്ട് എന്നിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട്, മുഖാത്തിബ് ഹോക്കർ എന്ന് പറഞ്ഞാൽ എന്നിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, മാഫ് കർണാലല്ല, ക്ഷമിക്കണം ലല്ല, തുമേ ആം ഖിലാന ഭൂൽ ഗയാ ഥാ, ഓ മോനെ, നിന്നെ മാങ്ങ നിനക്ക് തരാൻ ഞാൻ മറന്നുപോയായിരുന്നു, മാങ്ങ കഴിപ്പിക്കാൻ ഞാൻ മറന്നുപോയായിരുന്നു എന്ന് പറഞ്ഞു. നഹി നഹി കാക്ക, ആം തോ ഇസ് സാൽ ബഹുത് ഖായേ, കുഴപ്പമില്ല കാക്ക, ഞാൻ ഈ വർഷം ഒരുപാട് മാങ്ങ കഴിച്ചായിരുന്നു. വാഹ് വാഹ്, ബിനാ ആം ഖിലായെ കൈസേ ജാനേ ദൂംഗാ തുംകോ. ആ, കൊള്ളാം കൊള്ളാം, ഞാൻ നിന്നെ ഇവിടെ നിന്ന്, മകനെ, ഞാൻ നിന്നെ ഇവിടെ നിന്നില്ലല്ല, നിന്നെ ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയാണ് മാങ്ങ കഴിക്കാതെ തിരിച്ചു വിടാൻ സാധിക്കുമോ എനിക്ക്? ഒരിക്കലും ഇല്ല എന്നുള്ള രീതിയിൽ പറയുകയാണ്. കൈസേ ജാനേ ദൂംഗ, എങ്ങനെ ഞാനിവിടെ മാങ്ങ തരാതെ ഞാൻ എങ്ങനെ നിന്നെ ഇവിടെ നിന്ന് തിരിച്ചു പറഞ്ഞയക്കും എന്ന് ബദ്ലു ലല്ലയോട് പറയുകയാണ്. मैं चुप हो गया, मुझे वे दिन याद हुआ आया जब वह मेरे लिए मलाई बचाकर रखा था. मैं चुप हो गया, ഞാൻ കുറച്ചു നേരത്തേക്ക് നിശബ്ദനായി. മുझे वे दिन याद हुआ आया, എനിക്ക് ആ ഒരു പഴയ ആ ഒരു ദിവസം ഓർമ്മയിൽ വന്നു. ജബ് വഹ മേരെ ലിയെ മലായി ബച്ചാക്കർ റഖ്താ ഥാ, അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ട് ക്രീം മാറ്റി വെക്കുന്ന ആ ഒരു കാലം എനിക്ക് എന്റെ മനസ്സിലേക്ക് ഓടി വന്നു. ഗായ് തോ അച്ചി ഹെ നാ കാക്ക, मैंने पूछा, ഉടനെ ചോദിച്ചു, പശു എല്ലാം നന്നായി ഇരിക്കുന്നു കാക്ക എന്ന് ചോദിച്ചു. ഗായ് കഹാ ഹെ ലല്ല, പശു എല്ലാം എവിടെ ലല്ല, 2 സാൽ ഹുയെ ബേച്ച്തി, ബേച്ച്ന എന്ന് പറഞ്ഞാൽ വിൽക്കുക, 2 വർഷമായി ഞാൻ അതിനെ വിറ്റായിരുന്നു, 2 വർഷം മുന്നേ ഞാൻ 2 വർഷമായി അതിനെ വിറ്റിട്ട്. കഹാസെ ഖിലാത്ത, എവിടെ നിന്ന് ഞാൻ അതിന് ആഹാരം കൊടുക്കും. ഇത്രയും മേ രജ്ജോ, इतने में रज्जो उसकी बेटी अंदर से एक डलिया में ढेर से आम ले आई. ഇത്രയും പറയുന്ന ആ ഒരു സമയത്തിൽ രജ്ജോ പുത്രി ബദ്ലുവിന്റെ ബേട്ടി മോള് എന്ത് ചെയ്തു, ഏക്ക് അന്തർ അകത്തു നിന്നും ഒരു ടാലിയ എന്ന് പറഞ്ഞൊരു വലിയ ഈ പാത്രം ഉണ്ടല്ലോ, അതിനെയാണ് ടാലിയ എന്ന് പറയുന്നത്, വലിയ പാത്രത്തില് ഢേർ സെ ആം ലേ ആയി, ഒരുപാട് മാങ്ങകൾ കൊണ്ടുവന്നു. യോ ബഹുത് ഹേ കാക്ക, അപ്പൊ ലല്ല ഇത് കണ്ടിട്ട്, ഇത് ഒരുപാടുണ്ടല്ലോ കാക്ക, യോ ബഹുത് ഹേ കാക്ക, ഇത് ഒരുപാടുണ്ടല്ലോ. ഇതിനെ കഹാ ഖാ പാവുങ്കി, ഇത്രയും ഞാൻ എങ്ങനെ ഖാ പാവുങ്ക, ഇത്രയും ഞാൻ എങ്ങനെ കഴിക്കും. മേനെ കഹ, ഞാൻ ചോദിച്ചു. ലല്ല ചോദിച്ചു. വാഹ് വാഹ്, കൊള്ളാം കൊള്ളാം. വഹ് ഹസ്പട, എന്നിട്ട് ചിരിച്ചു. ഷഹർ ടഹരേന, शहरी ठहरे ना, मैं तुम्हारी उम्र का था तो इसके चौगुने आम एक ബക്കത്ത് മേ ഖാ ജാതാ ഥാ. ഷഹരി ടഹരേന, അതായത് പട്ടണത്തിലെല്ലാം ജീവിച്ചേണ്ടതാണ്. ഞാൻ തുമ്ഹാരി ഉമർ കാ ഥാ, മോന്റെ ഈ പ്രായത്തിൽ ഞാനോ എന്ത് ചെയ്യായിരുന്നു. ഇസ്ക ചൗ ഗുണ, ഇതിന്റെ 4 ഇരട്ടി മാങ്ങയാണ് ഏക് ബക്കത്ത് മേ ഖാ ജാതാ. ബക്കത്ത് എന്ന് പറഞ്ഞാൽ വക്തിനെയാണ് ബക്കത്ത്, ഗ്രാമീ ഭാഷയാണ് കേട്ടോ, ഗ്രാമീ വേർഡാണ് ബക്കത്ത് എന്ന് പറയുന്നത്, വക്താണ് സമയം. ഒരു സമയത്ത് ഒരു നേരം തന്നെ ഞാൻ ഇതിനേക്കാളും 4 ഇരട്ടി മാങ്ങ ഞാൻ തന്റെ പ്രായത്തിൽ, കുഞ്ഞിന്റെ പ്രായത്തിൽ ഞാൻ ഇതിലിരട്ടി 4 ഇരട്ടി മാങ്ങ കഴിക്കുമായിരുന്നു എന്ന് ലല്ലയോട് ബദ്ലു പറഞ്ഞു. ആപ് ലോഗോं की बात और है, मैंने उत्तर दिया, എന്നിട്ട് പറഞ്ഞു, താങ്കളുടെ കാര്യമൊക്കെ അതൊക്കെ ഒരു വേറെ ലെവലാണ് കാക്ക എന്ന് പറഞ്ഞു. അച്ചി ബേട്ടി ലല്ലാ കോ 4-5 ആം ചാൺ കർ ദോ. അപ്പൊ പറഞ്ഞു, ശരി ബേട്ടി, എങ്കിൽ നീ ഒരു കാര്യം ചെയ്യൂ, ലല്ലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 4-5 മാങ്ങ എന്ത് ചെയ്യാ, ചാൺ കർലേന, അതിനെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കൂ. സിന്ദൂരി വാലേദേന, സിന്ദൂരി എന്ന് പറയുന്ന ഒരു മാങ്ങയുടെ ഒരു മാങ്ങയുടെ ഒരു എന്താ പറയണേ, ഒരു തരം മാങ്ങയുടെ പേരാണ് സിന്ദൂരി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം പറയാണ്, സിന്ദൂരി വാല മാങ്ങ, ആ ഒരു സിന്ദൂരി മാങ്ങയില്ലേ, ആ മാങ്ങ കൊടുക്കൂ. ദേഖോ ലല്ല കൈസേ ഹെ, ഇസി സാൽ യഹ് പേട് തയ്യാർ ഹുവാ ഹെ. ദേഖോ ലല്ല കൈസേ ഹെ, നോക്കൂ മോനെ, ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കൂ ലല്ല. ഇസി സാൽ യഹ് പേട് തയ്യാർ ഹു, ഈ വർഷമാണ് ഈ മരം റെഡി ആയത്, ഞങ്ങൾക്ക് ഈ വർഷമാണ് ഈ മരം മാങ്ങ തന്നത് എന്ന് പറയുന്നു. രജ്ജോനെ 4-5 ആം അഞ്ജുലി മേ ലേക്കർ മേരി ഓർ ബടാ ദിയ. രജ്ജോ കുറച്ച് മാങ്ങ, 4-5 മാങ്ങ എടുത്ത് അരിഞ്ഞ് കഷ്ണിച്ച് പാത്രത്തിലാക്കി എന്റെ നേരിലേക്ക് നീട്ടി. ആം ലേനെ കെ ലിയേ മേനെ ഹാത്ത് ബടായാ തോ മേരി നിഗാഹ്, എന്റെ ദൃഷ്ടി, നിഗാഹ് എന്ന് പറഞ്ഞ ദൃഷ്ടിയാണ് കേട്ടോ, ഏക് ക്ഷൺ കെ ലിയേ ഉസ്കെ ഹാത്തോ പർ ടിടക് ഗയി. ഒരു നിമിഷത്തേക്ക് അവളുടെ ആ രജ്ജുയുടെ കൈകളിലേക്ക് ഒരു നിമിഷത്തേക്ക് എന്റെ ശ്രദ്ധ, ടിടക് ഗയി, ശ്രദ്ധ അവിടേക്ക് ആയിപ്പോയി. ടിടക്ന എന്ന് പറയുന്നത് എന്താ പറയുന്നത്, അതിലോട്ട് പെട്ടുപോവുക, ടിടക് ഗയി, ആ ദൃഷ്ടി അതിലോട്ടായിപ്പോയി. ഹാത്തോ പർ ടിടക് ഗയി, അതിലേക്കൊന്ന് കൊളുത്തി പിടിച്ചു,
പിടിച്ചുപോയി എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ആം ലേനേക്ക് സമയം മേരെ ഹാത്ത് ബടായ, കൈകൾ നീട്ടിയപ്പോഴത്തേക്കും മേരെ നിഗാഹ്, എന്റെ ദൃഷ്ടി അവളുടെ ഒരു നിമിഷത്തേക്ക് അവളുടെ കൈകളിലേക്ക് ഒന്ന് പെട്ടുപോയി. ഗോരി ഗോരി കലായും പർ ലാക്കി ചൂടിയാൻ ബഹുത് ഹി ഫബ് രഹി. ഫബ്ന എന്ന് പറഞ്ഞാൽ കൂടുതൽ സുന്ദരമാകുക കേട്ടോ, സുന്ദരമായിട്ടുള്ളത്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. ഗോരി ഗോരി കലായ്മ, വെളുത്ത, ഗോരി എന്ന് പറഞ്ഞാൽ വെളുത്ത നിറത്തിനാണ് ഗോരി. ഗോരി ഗോരി കലായ്മ, വെളുത്ത ആ കൈകളിൽ ലാക്കി ചൂടിയാം, ഈ ലാക്കിന്റെ വളകൾ ബോധ് ഹി ഫബ് രഹി ഥി, വളരെയധികം സുന്ദരമായിരുന്നു, വളരെയധികം മനോഹരമായി തോന്നി, വളരെ സുന്ദരമായി തോന്നി. ബദ്ലുനെ മേരി ദൃഷ്ടി ദേഖ് ലി, ബദ്ലുക്കാക്ക എന്റെ ദൃഷ്ടി, ഞാൻ നോക്കുന്നത് കണ്ടു. ഓർ ബോൽപട, എന്നിട്ട് പറഞ്ഞു, ഇഹി ആഖിരി ജോഡ ബനായ ഥ, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഏറ്റവും അവസാനത്തെ ജോഡി വളകൾ. ജമീന്ദാർ സാഹബ് കി ബേട്ടിക്ക് വിവാഹപ്പൻ, ജമീന്ദാർ സാറിന്റെ ബേട്ടിയുടെ വിവാഹത്തിനാണ് ഞാൻ ഈ വള ഉണ്ടാക്കിയത്. ഒരു മുതലാളിയുടെ, ജമീന്ദാർ എന്ന് പറഞ്ഞാൽ സ്ഥലം ഉടമസ്ഥനെയാണ് ജമീന്ദാർ എന്ന് പറയുന്നത്. മുതലാളിയുടെ വിവാഹത്തിന് അവരുടെ മകൾക്ക് വേണ്ടിയിട്ടാണ്, മകളുടെ വിവാഹത്തിനാണ് ഞാനിത് ഉണ്ടാക്കിയത്. 10 ആനെ പൈസെ മുജ്കോ ദേ രഹേ ഥെ, 10 ആനെ പൈസെ മുജ്കോ ദേ രഹേ, എനിക്ക് തന്നത് 10 ആനെ പൈസയാണ്, 10 പൈസ പോലെ, 10 അണ പൈസ എന്ന് പറയുന്ന പോലെ പറയാണ് തന്നത്. മേനെ ജോഡാ നഹീ ദിയ, അതിനു പകരം ഞാൻ വള നൽകിയില്ല. കഹാ ഷഹർ സേ ലേ ആവോ, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഈ കാശിന് ഷഹർ പട്ടണത്തിൽ പോയി വള വാങ്ങിച്ചോളൂ, ഈ വള തരില്ല എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തില്ലല്ല എന്ന് പറഞ്ഞു. മേനെ ആം ലേലിയ ഓർ ഖാക്കർ തോടി ദേർ പശ്ചാത് ചലായ, ഞാൻ ആ മാങ്ങകളെല്ലാം കഴിച്ചു, മാങ്ങ തന്നതെല്ലാം കഴിച്ചു, എന്നിട്ട് തോടി ദേർ പശ്ചാത്, കുറച്ച് സമയത്തിന് ശേഷം ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു. മുझे പ്രസന്നത ഹുയി, എനിക്ക് സന്തോഷം തോന്നി. കി ബദലുനെ ഹാർ കർ ഭി ഹാർ നഹീ മാനി ഥി, ബദലു ആ തോറ്റുപോയിട്ടും തോൽവി സമ്മതിച്ചിട്ടില്ലായിരുന്നു. കാരണം അതുകൊണ്ടാണല്ലേ 10 പൈസ, 10 അണ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ വള വിൽക്കാൻ ആര് തയ്യാറായില്ല, ബദലു റെഡി ആയില്ല അല്ലേ. അപ്പൊ അത് കേട്ടപ്പോ നമ്മുടെ ലല്ലയ്ക്ക് സന്തോഷം തോന്നി. അപ്പൊ സ്വയമേ ചിന്തിക്കുകയാണ്, എനിക്ക് സന്തോഷം തോന്നിക്കൊണ്ട് ചിന്തിക്കുന്ന എന്താണ് സന്തോഷം തോന്നാൻ കാരണം, ബദലു തോറ്റുപോയിട്ടും തോൽവി സമ്മതിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളത് അറിഞ്ഞപ്പോൾ വളരെയധികം ലല്ലയ്ക്ക് സന്തോഷം തോന്നി. ഉസ്കാ വ്യക്തിത്വ കാഞ്ച് കി ചൂടിയാൻ ജൈസെ ന ഥാ കി ആസാനി സെ ടൂട്ട് ജായേ, അദ്ദേഹത്തിന്റെ ബദലു കാക്കയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് കുപ്പിവളകൾ, കാഞ്ച് കി ചൂടിയാൻ, കുപ്പിവളകൾ പോലെ അല്ലായിരുന്നു, പെട്ടെന്ന് പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ട് എന്നാണ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് കാംതാനാഥിന്റെ ഒരു നല്ല സ്റ്റോറിയാണ് ലാക്കി ചൂടിയ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ സ്റ്റോറി കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, മെഷീൻ യുഗം വന്നതിന് ശേഷം സാധാരണ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം കൈകൾ കൊണ്ട് ചെയ്തിരുന്ന ജോലികളെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി, മെഷീൻസ് ചെയ്യാൻ തുടങ്ങി അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരുപാട് കലകൾ അറിയാവുന്ന ആൾക്കാർക്ക് തങ്ങളുടെ ജോലികൾ നഷ്ടപ്പെടുകയും, അങ്ങനെയുള്ള സംഭവങ്ങൾ, അങ്ങനെയുള്ള കൈകൾ കൊണ്ടുണ്ടാക്കുന്ന ആ ഒരു കൈപ്പണി ചെയ്യുന്ന ആ ഒരു വിദ്യ എന്ത് ചെയ്യുകയാണ്, അത് നശിച്ചു പോകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു മെഷീൻ യുഗം വന്നതുകൊണ്ട് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു യുഗത്തിന് ഇത്തരത്തിലുള്ള കുറച്ച് പോരായ്മകൾ ഉണ്ടെന്നാണ് പറയുന്നത്. സത്യത്തിൽ മെഷീൻ യുഗം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ വികാസത്തിന് സൂചകമാണ് എന്നുള്ളത് സമ്മതിക്കുന്നു. എന്നാൽ പോലും ഹസ്തകല, കൈപ്പണി, അതുപോലെ തന്നെ കുടിൽ ഉദ്യോഗവും, അതുപോലെ തന്നെ കുടിൽ വ്യവസായങ്ങൾ പോലെ ആൾക്കാരൊക്കെ ചെയ്യുന്ന ഈ കൈപ്പണികൾ പോലുള്ളതിനെല്ലാം എന്ത് ചെയ്തിരിക്കുകയാണ്, നശിച്ചു പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അവർക്കൊന്നും ജോലി കിട്ടാതെ വരുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഒരു മെഷീൻ യുഗം, ഈ ഒരു ഈ മെഷീൻസിന്റെ ഒരു യുഗം കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ കാംതാനാഥ് ജി നമ്മളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു സ്റ്റോറിയാണ്, കേട്ടിരുന്നാൽ വളരെ എളുപ്പം മനസ്സിലാവും. 1-2 വാക്കുകൾ മാത്രമേ കുറച്ച് കഠിന ശബ്ദമായിട്ടുള്ള, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ് ഉള്ളൂ. ബാക്കി എല്ലാം ഈസി ആയിട്ടുള്ള വേർഡ്സ് തന്നെയാണ്. എല്ലാവരും പൂർണ്ണമായിട്ട് ക്ലാസ് കാണുക, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ ക്ലാസ്സസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക്
ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകും ഏതൊക്കെ ക്ലാസ്സുകളാണ് ഇട്ടേക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉപകാരപ്പെടുന്ന മറ്റു കുട്ടികളിലേക്കും ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.